എന്താ പരിപാടി? ഡ്രസ് എടുക്കാൻ പോണം. എവിടെ ഡ്രസ് എടുക്കാൻ പോണേ? ആരൊക്കെ ഉണ്ട്? ആ പപ്പയൊക്കെ ഉണ്ടോ? ട്രിം ചെയ്ത സംഭവം ഷേപ്പ് ചെയ്ത് അടിപൊളിയല്ലേ? ഫുൾ ടൈം ഏട്ടത്തിയുടെ കൂടെ എന്നെ ഒരു വൈകിട്ട്. അതെ ഏട്ടത്തി, ഹണിമൂൺ പാക്കേജ് എന്റെ ഒക്കെ കേട്ടോ. നിങ്ങൾ കുറച്ചു ദിവസം പോയി മഞ്ഞൊക്കെ വാരി തകർക്ക്. ഇവിടെ ഒരാള് ഭയങ്കര പിശുക്കനാണ്, അത് നോക്കണ്ട, അടിച്ചു പൊടിച്ചു. ആരാ പിശുക്ക് കാണിച്ചത്? ചേട്ടൻ തന്നെ. പിന്നെ ഞാൻ തന്നെ പിശുക്ക് കാണിച്ചിട്ടുള്ളൂ. എടി ഞാൻ പിശുക്കൊന്നും കാണിക്കത്തൊന്നുമില്ല. ഇത് ഇപ്പോള് കുശുമ്പായോട് പറയുന്നതല്ലേ? അതെ, എനിക്ക് കുറച്ച് പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം കേട്ടോ. സൊള്ളു. സ്വർഗത്തിലെ കട്ടറുമ്പ് പോയി. കുറച്ചു ദിവസം കൂടെ ഞാൻ വിളമ്പി തരുള്ളൂ, അത് കഴിഞ്ഞ് ഞാൻ ഏട്ടത്തിയുടെ കയ്യിൽ നിന്നാ. സമീറയുമാണ് നിങ്ങളുടെ കൂടെയുള്ളത്. വെരി ഗുഡ് മോർണിംഗ്. മോർണിംഗ് ഡ്രൈവിൽ നിന്ന് ഞങ്ങൾ ഒരുപാട് ഹാപ്പിയാണ്. അതിനുള്ള റീസൺ എന്ന് വെച്ചാൽ യൂഷ്വലി ഞങ്ങൾക്ക് മോർണിംഗ് ഡ്രൈവിൽ കുറേ കൂടെ അതിഥികളെ നമുക്ക് കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ചില ആൾക്കാർ പാട്ട് പാടുന്ന ആൾക്കാർക്ക്, ചിലപ്പോൾ മിമിക്രി ചെയ്യുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ടാലൻ്റ് ഉള്ള ആൾക്കാർക്ക്, അത് യൂഷ്വലി മലയാളികൾ തന്നെയായിരിക്കും. പക്ഷെ മലയാളി അല്ലാത്ത ഒരു പാട്ടുകാരനെ ഇന്ന് നമ്മൾ സ്റ്റുഡിയോസിലേക്ക് ഫേസ്ബുക്കിലൂടെ ലൈവായിട്ട് നിങ്ങൾക്ക് കാണുകയും ചെയ്യാം. ഗോൾഡ് 101.3 എഫ്എമ്മിന്റെ ഫേസ്ബുക്ക് പേജിൽ എത്തുകയാണെങ്കിൽ സോ ഇദ്ദേഹത്തിന്റെ ഒരു ഓൾടുഗെദർ ലുക്ക് കണ്ടിട്ട് നമുക്കിപ്പോൾ തോന്നുന്നത് ഇദ്ദേഹം അറബിക് സോങ്സ് ഒക്കെ പാടുന്ന ഒരാളായിരിക്കുന്നതാണ്. സോ വെൽക്കം ടു അവർ സ്റ്റുഡിയോ മിസ്റ്റർ സാദ് സബ്രി. ഗുഡ് മോർണിംഗ്. morning. Thank you. So, can you say hi to this particular camera? We are going live on our page. Hey camera, how you doing? Okay, that's Sad Sabri. സ്കോട്ട്ലൻഡ് സ്വദേശിയാണ്. സ്കോട്ട്ലൻഡിൽ നിന്ന് ഇപ്പോൾ UAE ജോലി ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ നമ്മുടെ മലയാളം പാട്ടുകൾ ഉൾപ്പെടെ ഒരുപാട് നല്ല നല്ല സോങ്സ് കാണാതെ പഠിച്ചിരിക്കുന്ന, നന്നായിട്ട് പാടുന്ന ഒരു വ്യക്തിയാണ്. Okay, what is it is like? You know everything about Malayalam and you sing really wonderful. Thank you. I don't know everything, but I'm learning, slowly learning these beautiful songs that I discover or my fans send to me. Please learn this song if I like it. ഹലോ ഹലോ. ആ അങ്കിളെ. ഞാൻ വിളിച്ചിരുന്നു. ആഹാ, ഞാൻ ഡ്രൈവ് ചെയ്യായിരുന്നു. ഞാനേ വാട്സാപ്പ് മെസ്സേജ് വിട്ടിട്ടുണ്ടോ, ഒന്ന് നോക്കണേ. ഓ, വാട്സാപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടോ? ആ ഓക്കെ, ഞാൻ നോക്കട്ടെ, നോക്കിയിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. ശരി മോളെ. ആ ഓക്കെ, ശരി ശരി. ഓക്കെ. മോളെ, അങ്കിള് 1-2 പ്രാവശ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കിട്ടാണ്ട് വന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വിടുന്നത്. പിന്നെ രഞ്ജിത്ത് ഈ ഹണിമൂണ് പോയ സ്ഥലത്തെ ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പ് ഒരു ടെററിസ്റ്റ് അറ്റാക്ക് വന്നതായിട്ട് ഇപ്പോൾ ന്യൂസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മോള് പാനിക്കൊന്നും ആവണ്ട, ഞങ്ങൾ അവനുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ അങ്കിളിനെ ഒന്ന് വിളിക്കണേ. ഓക്കെ മോളെ, താങ്ക് യു. നോക്കട്ടെ, ഞാൻ അവരെ വിളിച്ചു നോക്കട്ടെ. ഞാൻ തിരിച്ചു വിളിക്കാങ്കിലേ.
വളരെ ദുഃഖകരവും ആശങ്കാജനകവുമായ വാർത്തയാണ്, രാജ്യത്തെ നടക്കുന്ന വാർത്തയാണ്. ജമ്മുവിൽ വിനോദസഞ്ചാരികൾക്ക് നേരെ ഭീകരാക്രമണം, നിരവധി പേർക്ക് വെടിയേറ്റതായി റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. രാജ്യത്തെ ഒന്നടങ്കം സങ്കടത്തിലാഴ്ത്തുന്ന വാർത്ത. ഞങ്ങളുടെ റിപ്പോർട്ടർ ഉടൻ റിപ്പോർട്ടുമായി എത്തുന്നതായിരിക്കും. വിനോദസഞ്ചാരികൾക്ക് നേരെയാണ് ഭീകരർ പൊടുന്നനെ വെടിയുതിർത്തത്. വെടിനിർത്തൽ കരാർ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്യന്തം ആശങ്കയോടെയാണ് രാജ്യം ഈ അവസ്ഥയെ പരിഗണിക്കുന്നത്. ഭീകരാക്രമണത്തിൽ നടുങ്ങി രാജ്യം, നടുക്കം രേഖപ്പെടുത്തി മന്ത്രിമാർ, അത്യന്തം ഹലോ 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 മോളെ, ഹലോ ആന്റി. അവന്റെ വല്ല വിവരം അറിഞ്ഞ മോളെ? ആന്റി, ഞാനിപ്പോ വന്ന് കേറിയതേ ഉള്ളൂ. ആണോ? ഞാൻ വിളിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്, കിട്ടുന്നില്ല ആന്റി. എന്തെങ്കിലും ഒരു വിവരം കിട്ടിയാൽ ഞാൻ തിരിച്ചു വിളിക്കാം. മോള് വിഷമിക്കണ്ട കേട്ടോ, ഞങ്ങൾ ട്രൈ ചെയ്യുന്നുണ്ട്. ശരി ആന്റി. ഭീകരരെ കണ്ടെത്താനായി സൈന്യവും സുരക്ഷാ സേനയും അതീവ ജാഗ്രതയോടെയാണ് തിരച്ചിൽ തുടരുന്നത്. അതിർത്തിയിലും പ്രകോപിത പ്രദേശങ്ങളിലും സംഘർഷാവസ്ഥ നിലനിൽക്കുന്നതായി റിപ്പോർട്ട്. ദൗത്യസംഘം പ്രദേശത്ത് എത്തിച്ചേർന്നതും മരണമടഞ്ഞവരെ തിരിച്ചറിയാനുള്ള നടപടികൾ ആരംഭിച്ചതുമാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ. അത്യന്തം അപലപനീയമെന്ന് വിദേശകാര്യമന്ത്രി. ആക്രമണമുണ്ടായ പ്രദേശങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിൽ. ഇതിലുപരി പരിക്കേറ്റവർക്ക് വേണ്ടിയുള്ള മെഡിക്കൽ സഹായം അല്പനേരം കൊണ്ട് തന്നെ ഉറപ്പാക്കിയതായി പ്രതിരോധ സേനയുടെ അറിയിപ്പുണ്ട്. ഭീകരതയ്ക്കെതിരെ രാജ്യം ഒറ്റക്കെട്ടായി നിലനിൽക്കുമെന്ന് ആഹ്വാനം. രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കുന്ന ഭീകരാക്രമണത്തിന് ദൃക്സാക്ഷിയായ യുവതി. ജമ്മു ആക്രമണത്തിൽ ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാർ നടുക്കം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്ററുകൾ നവമാധ്യമങ്ങളിലെത്തി തുടങ്ങി. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ആദ്യ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും എത്രയും പെട്ടെന്ന് വേരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുമെന്നും ഇന്ത്യൻ മിലിറ്ററി പ്രത്യേക ദൗത്യസംഘ പ്രതിനിധി അറിയിക്കുന്നു. ബ്രേക്കിംഗ് ന്യൂസുമായി ഞങ്ങളുടെ പ്രതിനിധി ലൈനിലുണ്ട്. രാജ്യത്തിന്റെ വിങ്കലായി ദമ്പതികൾ ഹണിമൂൺ ആഘോഷിക്കാനായി എത്തിച്ചേർന്ന മലയാളി ദമ്പതികൾക്കും വെടിയേറ്റതായി സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ട്.
Ranjini speaking. I tried to call my brother. Actually, I booked for the trip, and I am not able to connect with him. Yes. Hello. Hello. Can you able to hear me? Yes. इधर थोड़ा लाइन का दिक्कत है। Okay. हाँ जी। I'm trying to call him many times. हाँ, आपने देखा होगा टीवी पे थोड़ा मसला चल रहा है यहाँ पर। फिक्र मत करो, ओके? Yes. इंशाल्लाह Okay. यहाँ पर सब लोग हैं, हमारे लोग गए वहाँ पर पूरा Okay. देख कर रहे क्या है। Okay. जो भी है खबर हम बताएंगे I'm आपको। just worried. If you are getting any information, can you please call me back? हाँ हाँ, It's urgent. बस आप भरोसा रखें, अल्लाह मालिक पे भरोसा रखो, कुछ हुआ नहीं। हाँ. जैसा भी खबर मिलता है Yeah. आपको फोन करें, आपका नंबर है Yeah. हमारे पास। हाँ. ओके। Thank you. हाँ, शुक्रिया शुक्रिया, Thank you. अपना ख्याल रखिए, शुक्रिया, ओके। ബ്രേക്കിംഗ് ന്യൂസുമായി ഞങ്ങളുടെ പ്രതിനിധി ലൈനിലുണ്ട്. മലയാളി ദമ്പതികൾക്ക് വെടിയേറ്റതായ വാർത്തകൾക്ക് സ്ഥിരീകരണം. രാജ്യത്തിന്റെ നൊമ്പരമായി ഹണിമൂൺ ആഘോഷിക്കാനായി ജമ്മുവിലെത്തിയ ദമ്പതികൾ. ഈ ദുരന്തത്തിൽ അകപ്പെട്ടവരെ തിരിച്ചറിയാനുള്ള ആദ്യ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞതായും എത്രയും പെട്ടെന്ന് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തീകരിക്കുമെന്നും ഇന്ത്യൻ മിലിറ്ററി പ്രത്യേക ദൗത്യ സംഘ പ്രതിനിധി അറിയിക്കുന്നു. ഭീകരരെ കണ്ടെത്താനായി സൈന്യവും സുരക്ഷാ സേനയും അതീവ ജാഗ്രതയോടെയാണ് തിരച്ചിൽ തുടരുന്നത്. नमस्कार रंजनी जी, യെസ്. मैं इंडियन आर्मी के स्पेशल फोर्स से वेरिफिकेशन के लिए बोल रहा हूँ। Yes. Think properly, remember properly and answer it. Regarding a 36-year-old man who had come from Kerala. Yes. Yeah, don't worry, don't panic, don't cry. He has accompanied along with his wife also, right? Yes. Okay. Yeah, we have some queries regarding them actually. आपका भाई सिर्फ जम्मू के लिए आए थे या और कहीं जाके आए हैं, वो जब बताएंगे आप? ഓൺലി ജമ്മു. और उनके साथ में और कोई दोस्त या और कोई उनका ग्रुप, वो लोग भी साथ में थे या वो सिर्फ पति पत्नी थे? ഓൺലി മൈ ബ്രദർ ആൻഡ് വൈഫ് സർ. Oh, and one more query is there कि you have the contact name on and information of the travel agent in Jammu? Don't panic, आप डरिए मत, आप पैनिक मत होइए, हिम्मत रखिए, धैर्य रखिए और I have their number, but I didn't get any proper reply from them. इंडियन आर्मी हमेशा अपने देश की जनता के लिए, आपका सेवा के लिए हम लोग हमेशा आगे हैं। रंजनी जी, थैंक यू वेरी मच फॉर योर कोऑपरेशन and listening to us patiently and replying. Now hold your breath. We are transferring the call to your brother Mr. Ranjit. Just speak to him. Hello. ആ മോളെ, Hello. ഏട്ടനാടാ, Hello, ഏട്ടാ. ഏട്ടനൊന്നും സംഭവിച്ചിട്ടില്ലടാ. ആ, മോളെ നീ വിഷമിക്കണടാ. ഏട്ടാ, ഞാൻ എത്ര നേരം ട്രൈ ചെയ്തു. ആണോ? ആ, നീ ട്രാവൽസിൽ വിളിച്ചിരുന്നോ? വിളിച്ചിരുന്നു. കരയില്ലടാ, ആ. ഏട്ടത്തിയോ? ഏട്ടത്തി കൂടെ ഉണ്ടടാ. പെട്ടെന്നായിരുന്നു നിലവിളിയും ബഹളവും. ഇന്ത്യൻ ആർമി ഉടനെ ഇടപെട്ട് എല്ലാവരെയും അവിടെ നിന്ന് മാറ്റി. സേഫ് അല്ലേ? അതെ, ഓക്കെ. നീ ധൈര്യമായിട്ടിരിക്കേ. ഓക്കെ ഏട്ടാ. रंजनी जी, भारतीय सेना हमेशा देश के सीमा के लिए, देश की रक्षा के लिए और आवाम की रक्षा के लिए हमेशा तत्पर रहती है। आप चिंता न करें, अग्रसर रहेंगे। जय हिंद।